ഞാൻ ഗെയിമിൽ 4 വീടുമാണ് എനിക്ക്. അതായത് ഇന്നലെ തുടങ്ങി ഇന്നാണ്ട് സിറ്റിയിലെ 4ാമത്തെ വീട് വാങ്ങിച്ചപ്പോഴത്തേക്ക് ഈ സിറ്റിയിലെ ഫുള്ള് വീട്, മനസ്സിലായില്ലേ, ഫുള്ള് വീടും ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. ഈ ഒരു ഗെയിമിൻ്റെ അകത്ത് 4 വീടാണുള്ള. 4 വീട് സിറ്റിയിലും സിറ്റി 2ലും പിന്നെ മറ്റേ സിറ്റി 2 2 വീട്, പിന്നെ മറ്റേ മഞ്ഞ് ഉള്ള അവിടെ ഒരു വീടുണ്ട്. അത് സിറ്റിയിൽ നിന്ന് ഇറങ്ങി മുകളിലോട്ടുള്ള വഴിയാണ്. അങ്ങനെ മൊത്തം 4 വീട് ഈ ഗെയിമിൻ്റെ അകത്ത് എനിക്കുണ്ട്. CPM 2ൽ 4 വീട് എൻ്റെ കയ്യിലുണ്ട്. ഒരെണ്ണം പോലും ഒറിജിനൽ പൈസ കൊടുത്തിട്ടില്ല. ഇതിൻ്റെ അകത്ത് പൈസ കോയിൻസ് അടിച്ച് എടുത്തൊക്കെയാണ്. ഈ മിഷൻ ഡെയിലി മിഷനും ഗുണ്ണായി കംപ്ലീറ്റ് ആക്കിയാണ്. ഇപ്പോൾ കണ്ടല്ലോ ഇതേപോലത്തെ പുണ്ണവക സഹിച്ചാണ് ഇത്രയും 4 വീടും എടുത്തത്. ഈ 4 വീട്ടിലോട്ടും ഇന്ന് ഹോം ടൂറാണ്, മനസ്സിലായില്ലേ? അതാ ഓരോ വീട് വയ്ക്കണോ? 4 വീട് ഹോം ടൂർ ആകുവാണെങ്കിൽ തന്നെ എങ്ങനെയില്ലെങ്കിൽ അത്രയും ദൂരം ഓടിച്ചു പോകുമ്പം അത് എങ്ങനെയില്ലെങ്കിൽ നല്ല ഒരു 10-50 മിനിറ്റ് എടുക്കും. അതത്രയും നേരം വീഡിയോ എങ്ങനെ ഇരുന്ന് കാണും നിങ്ങൾ, ഒരു മടുപ്പും കുണ്ണയൊക്കെ അടിക്കുക. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഒരു വീട് ഹോം ടൂർ ചെയ്യാം, മനസ്സിലായില്ലേ? ഇന്ന് ഒരു വീട് ഹോം ടൂർ, ഫുള്ള് ഹോം ടൂർ ചെയ്യാം, മനസ്സിലായില്ലേ? ഹോം ടൂർ ചെയ്യാം. അതും ഡേ നൈറ്റ് സർക്കിൾ ഇട്ട് പോവാം, ഡേ നൈറ്റ് സൈക്കിൾ അത് ഇട്ട് പോവാം. അപ്പോൾ ഏത് വീടിന്ന് ഹോം ടൂർ ചെയ്യണം? അവലൻ മാൻഷൻ വേണോ, ജോൺസൺ ഹൗസ് വേണോ, വെസ്റ്റ് എസ്റ്റേറ്റ് വേണോ, 158 വേണോ? ഇപ്പം ചാറ്റ് അറബി ഇപ്പം കാണുകയാണ്. അറബി നീ പറ, ഇന്ന് ഇതിൽ ഏത് വീട് 1, 2, 3, 4 ഇതിൽ ഏത് വീട് ഇന്ന് ഹോം ടൂർ ചെയ്യണം? നീ പറ. നീ ഇപ്പോൾ ലൈവ് ആവണമെന്ന് എനിക്കറിയാം. ഒന്നേ നീ പറ, അല്ലെങ്കിൽ ഞാൻ ഒരു 2 മിനിറ്റ് നോക്കും. അതിനുശേഷം ഇല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു വീട് ചൂസ് ചെയ്ത് പോകും. അവൻ പറയൂലേ നോക്കട്ടെ ചാറ്റെ. 4 വീടുണ്ട്. അറബിയുടെ അടുത്ത് ചോദിച്ചുകയാണ്, അറബി പറയട്ടെ ഏത് വീടിന്ന് ഹോം ടൂർ ചെയ്യണമെന്ന്. ഫുള്ള് ഓടി നടന്ന് നോക്കും ചാറ്റെ, കാര്യം പറയാമല്ല. നോക്കാം അവൻ എന്താ പറയുക നോക്കാം. അപ്പോഴത്തെ ഈ വണ്ടിയുടെ കസ്റ്റമൈസേഷൻ ഉണ്ടല്ലോ, കസ്റ്റമൈസേഷൻ പറ്റില്ല, മെയിൻ്റെനൻസിൽ വല്ലതും ഉണ്ടോ നോക്കിട്ട്. 93 ഇത്, അത് കുഴപ്പമില്ല. 2.2 ടയർ പ്രഷർ അത് കൂട്ടണ്ട. ഓയിൽ കണ്ടീഷൻ ഓക്കെയാണ്. കാർ ക്ലിയറൻസ് നേരത്തെ ചെയ്തുകൊണ്ട് ഓക്കെയാണ്. ഇത് ഓക്കെ. എടാ ബാക്കി വണ്ടി ഉണ്ടല്ലോ, വേറൊരു വണ്ടി ഉണ്ടായിരുന്നല്ലോ. ആ വണ്ടി എവിടെ? ഇവിടെ വേറൊരു വണ്ടി ഉണ്ടായിരുന്നു. ഓക്കെ അത് കിട്ടി. മെയിൻ്റെനൻസിൽ പോയിട്ട് കാർ ഇത് ചെയ്ത് ക്ലീൻ. എടാ ഇതെല്ലാം സെറ്റാണ്. എടാ ഞാൻ വിചാരിച്ചു ഇത് വണ്ടി സെറ്റായിരുന്നില്ലടാ. നോക്കട്ട്. എടാ എൻ്റെ ഷാജി ബാബൻ്റെ വണ്ടി നോക്കട്ട്. ഇതിൻ്റെ ലിറ്ററിൻ്റെ സാധനമൊക്കെ അത്ര ഇതാണ്, കുഴപ്പമില്ല. ഓക്കെ കുഴപ്പമില്ല. പാപ്പൻ്റെ വണ്ടി മറ്റും കറക്റ്റ് കിട്ടിലുമായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ, കാര്യം പറയാമല്ലേ. എപ്പോഴാ ചെയ്യണം നീ ഇതൊക്കെ? 158 അളിയാ, 158. ഓക്കെ അറബി പറഞ്ഞിട്ടുണ്ട് ചാറ്റ്. ഞാൻ അറബിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അറബി ഇപ്പോൾ ചാറ്റ് വന്ന് പറഞ്ഞിട്ടുണ്ട് 158 ഉണ്ടല്ലേ, ആ വണ്ടിയാണെന്ന് ഹോം ടൂർ ചെയ്യാൻ പോണം. കളറൊന്ന് മാറ്റിക്കോട്ടെ. കളറൊന്ന് വൈറ്റ് വേണ്ട, നീല ഇത് കിടക്കട്ടെ, മഞ്ഞ കിടക്കട്ടെ ചാറ്റ്. 158 എന്ന് പറഞ്ഞ വീട് ഞാൻ കാണിച്ചു തരാം. അതേണ്ട 158. ഈ വീടുണ്ടല്ല ഇന്നലെ നോക്കിയതേ ഉള്ളു. സത്യം പറയാല്ല, ഈ വീട് ഇന്നലെ ഫുൾ ഒന്ന് നോക്കിയുള്ളൂ. ഇന്നലെയാണ് ഈ വീട് വാങ്ങിച്ചത്. ഇന്നലെ ഈ വീട് വാങ്ങിച്ചത് വീഡിയോ ഇട്ടാണ്. ഓക്കെ എന്തായാലും അറബി പറഞ്ഞിട്ടുണ്ട് 158. ഓക്കെ ഇതാണ് ഇന്നലെ വാങ്ങിച്ച വീട്. 1000 കോയിൻ വാങ്ങിച്ച വീടാണ്. അപ്പം സിറ്റി എന്തായാലും വേണ്ട, ഒരു ഓടിച്ചങ്ങ് എത്താം. അപ്പം സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെ എന്ന് പറയുമ്പം ഡെസർട്ടിൽ നിന്ന് സിറ്റിയിലോട്ട് പോവാം. അപ്പോഴേ ഡേ നൈറ്റ് സർക്കിൾ ഇട്ടാൽ കറക്റ്റ് അത് സെറ്റ് ആവും. അപ്പോഴത്തേക്ക് അങ്ങ് എത്തുമ്പോഴത്തേക്ക് മിക്കവാറും നൈറ്റ് ആവും. ആ വീടെന്ന് വെച്ചാൽ ആ വീടിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ വേറെ ഒരു വീടിനും ഇല്ല. ആ വീട് നൈറ്റ് സ്റ്റേ ചെയ്യാനായിട്ടാണ് ബെസ്റ്റ് ചാറ്റെ, കാര്യം പറയല്ല. ആ വീടിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. ബാക്കി ഒരു സമയം അതിന് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, അത്രയും വലിയൊന്നുമില്ല. പക്ഷേ നൈറ്റിന് പക്കയാണ് ആ വീട്. ഗ്രാഫിക്സ് ഗുണേരം നോക്കട്ടെ. പിന്നെ ഡേ നൈറ്റ് സർക്കിൾ ഇട്ടിട്ട് എൻ്റെ വീടൊന്ന് പോയി നോക്കട്ടെ. വീടെന്ന് പറയുമ്പോൾ വേണ്ട, ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതാണ് ചാറ്റെ വീട്, ഇതാണ് വീട്. 158. ഇവിടെ മാർക്ക് ചെയ്യാം. ഓക്കെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എടാ ഞാൻ ഒന്ന് ഓട്ടിച്ച് തുടങ്ങിയില്ലടാ, കല്ല് കുണ്ണെ. അപ്പോഴത്തേക്ക് നീ ഇടിക്കണം. നീ എന്ത് വൃത്തിയായിട്ടാ എടാ വണ്ടി, എന്തിനാ വളഞ്ഞു പോണ കുണ്ണയാവല്ലേ, കാര്യം പറയല്ലേ. ഇടിച്ച് ഇല്ല, തെറിച്ച് ഇല്ല, പോയില്ല. ഇടവഴി ഉണ്ടായിരുന്നടാ ചാറ്റെ. എനിക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ ഇട്ട് എനിക്ക് ഓടിക്കാൻ പറ്റില്ല. അവിടെ ഈ മണലിൽ കൂടെ
ഈ മണലൊന്ന് കഴിഞ്ഞിട്ട് ഇൻറ്റീരിയർ മാറ്റാം. ഡേ നൈറ്റ് സർക്കിളാണ് ഇട്ടേക്കണം. ഇതിപ്പോൾ ഉച്ചയാണ്, രാത്രി ആയില്ലല്ലോ, രാത്രിയല്ല, രാത്രിയാവണം. രാത്രി അങ്ങ് എത്തിയാൽ മതി. പക്ഷേ രാത്രി നോക്കാം, നൈറ്റ് ഡ്രൈവ് ചെയ്യണോ? ഈ വണ്ടിയും കൊണ്ട് ചെയ്താൽ വണ്ടി ഇടിച്ച് തകരും. അതാണ് ഞാൻ പിന്നെ നോക്കാടാ, ഉറപ്പുറയല്ലോ, നോക്കാം. ഉറപ്പിടുന്നേ. അവിടെ ഈവനിങ് കണ്ടല്ല, ഞാൻ കള്ളാൻ പറയണല്ലേ, കണ്ടല്ല ഈവനിങ് ആയേ. ഹോം ടൂർ ചെയ്യാൻ വേണ്ടി അങ്ങ് എത്തുമ്പോഴത്തേക്ക് മിക്കവാറും നൈറ്റ് ആവും കേട്ടാ. അതായത് വഴി തെറ്റിപ്പോണടാ. നൈറ്റ് ബ്രൈറ്റ്നസ് ഇട്ട് ഇട്ടിട്ടും വലിയ വ്യത്യാസമൊന്നും ഇല്ലേ ചാറ്റേ. ഒരു കാര്യം ചെയ്യാം, ഒന്ന് നോക്കണം, അങ്ങ് ഓടിക്കാം. ഇടിയട്ട്. പറഞ്ഞു തീർന്നില്ല, അപ്പോഴത്തേക്ക് ഇടിച്ചല്ല. എന്ത് കുണ്ണ, പറഞ്ഞൊരു 1 മിനിറ്റ് കഴിഞ്ഞ് ഇടിച്ചൂടെ? നൈറ്റിൽ ഡ്രൈവ് ചെയ്യുവാണ്, നൈറ്റ് ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട്. എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇവിടെ ഭയങ്കര വെളിച്ചമൊന്നും കാണാനില്ല. ഞാൻ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഒന്നും കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒരു പരിധി വരെ വ്യക്തമാവണമെന്നുള്ളൂ. ഈ റോഡും കുണ്ണയൊക്കെ ലൈറ്റ് ഇടത്തില്ല, മനസ്സിലായില്ലേ? ലൈറ്റ് ഇടത്തില്ല. വണ്ടിയിൽ മറ്റേ ലൈറ്റ് ഇട്ട് ഇത് റോഡ് നോക്കാനാണെങ്കിൽ ഓൾറെഡി ഗെയിം ലാഗാണ്, ബഗ്ഗും ലാഗൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ ഒന്ന് ഇടാൻ നോക്കിയാണ്. നിങ്ങൾ കണ്ടെങ്കിൽ ഇപ്പം അറിയാം. ഒടുക്കത്ത ഇതടിച്ച് സ്റ്റക്കും കൂടെ, അതങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വണ്ടിയിൽ ലൈറ്റ് ഇടാൻ പറ്റൂല. വണ്ടി ഹോം ടൂർ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഇവിടെ നിന്ന് ഞാൻ അങ്ങ് എത്തി ആ വീട്ടിൽ കയറുമ്പോഴത്തേക്ക് അടുത്ത രാത്രിയാവും എന്നാണ് എനിക്ക് തോന്നണം. ഹോം ടൂർ ചെയ്യാൻ പോകുമ്പോൾ ഉള്ള പാടേ ചാറ്റ്, മര്യാദയ്ക്ക് സിറ്റി ഇറങ്ങിയിട്ട് അങ്ങ് കയറിയാൽ മതിയായിരുന്നു. എന്ത് കുണ്ണയ്ക്കാണോ തോന്നിയാൽ ഇടിച്ചടാ. ഡെസർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കാൻ വന്നത്. കുഴപ്പമില്ല, എന്തായാലും പോവാറ് ചാറ്റ്. മെക്ലാരനും എടുത്ത് എൻ്റെ പുതിയ വീടിൻ്റെ ഹോം ടൂർ ചാറ്റേ, പുതിയ വീടിൻ്റെ ഹോം ടൂർ. ഉറപ്പിടുന്നു. വഴി തെറ്റില്ല, ഭാഗ്യം. അവിടെ ഇരുന്നുണ്ട് കേട്ടോ, പതിയെ പോവാം. അവിടെ ലൈവ് കാണുന്നവന്മാരുണ്ടെങ്കിൽ ഈ ബ്രൈറ്റ്നസ് ഫോണിൻ്റെ കുറച്ച് കൂട്ടുക, എന്നിട്ട് നോക്കുക, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മൊത്തം ഇരുട്ടായിട്ട് കാണപ്പെടും. കാരണം ഈ ഡേ നൈറ്റ് സർക്കിളായിട്ടേക്കണം, അതിനനുസരിച്ച് ഡേ വരും നൈറ്റ് വരും. പൊലയാടി, ഞാൻ അങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ട് ഇടിക്കണം, ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അങ്ങോട്ട് ഇടിക്കണം. കളിക്കണടാ കുണ്ണേ, എന്ത് മയില്. അങ്ങോട്ട് പോട്ടെ. ഇനി വേണ്ട, ഇവിടെ ഒരു വളവുണ്ട്. പൂറാപ്പിടുന്നേ. എടാ എനിക്ക് തോന്നുന്നത് ഞാൻ വന്ന റൂട്ട് ഇത്തിരി, എനിക്ക് തോന്നുന്നു ഡെസർട്ടിൽ നിന്ന് സിറ്റിയിലോട്ട് ഒരൊറ്റ ലോങ് റൂട്ടുണ്ട്. ലോങ് ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു നല്ല സ്ട്രെയിറ്റ് റോഡുണ്ട്. അതിന് പകരം ഞാൻ വേറെ ഏതാ കുണ്ണ റൂട്ടിൽ കൂടെ ചെന്ന് മൗണ്ടെയിൻ വഴി ഈ സിറ്റിയിലോട്ട് കയറിയേക്കാണ്. അപ്പം തന്നെ കുറച്ചധികം കിലോമീറ്ററുകൾ ഇടിച്ച് കുറച്ചധികം കിലോമീറ്ററുകൾ അധികമായിട്ടുണ്ട് ചാറ്റേ. എടാ ഇതെന്ത് ലൊട്ടയായിപ്പോയി. ഏട്ടാ കുഴപ്പമില്ല, നോക്കാം. എന്തായാലും ഹോം ടൂർ ചെയ്യാൻ പോകുന്ന ഹോം ടൂർ ചെയ്തിട്ടേ പോകും ചാറ്റേ. നൈറ്റ് രാവിലെ ആകുമ്പോൾ മാത്രം ഈ സമയം എടുക്കും, അല്ലെങ്കിൽ കാര്യം പറയാമല്ലോ. സിറ്റി കയറത്തോണ്ടേ. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വീടെത്തുമ്പോൾ ഇനി രാവിലെ ആയി തുടങ്ങും കേട്ടോ. കണ്ട് രാവിലെ അവരെ 3 മണിയുടെ സമയമായെന്നാണ് തോന്നുന്നത്. വിടത്തിയേ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാം. എനിക്ക് ഇവിടെ വേണ്ട. ഗെയിം ഓഫ് ഡ്രോൺസ്. ലോക്കിയായിട്ട് വണ്ടി നിറങ്ങട്ട്. കള്ളന്മാര് കുണ്ണാള് വണ്ടി അടിച്ചോണ്ട് പോയി. എടാ നൈറ്റ് ആയതുകൊണ്ട് ഇത്തിരി കാണാൻ പറ്റില്ല. കറക്റ്റ് ഇടം തന്നെയാണ് ചെയ്ത് വെച്ചേക്കണ. തന്നെന്ന് വിശ്വസിക്കണ. രാത്രി വേഗം വീട്ടിൽ കേട്ടില്ല, കള്ളന്മാര് കുണ്ണാൾ വരും. വന്നാൽ അവൻ്റെയൊക്കെ കുണ്ണ ഒടിച്ചിടും. എന്തായാലും അങ്ങോട്ട് പോയിട്ട് വീട്ടിൽ കയറാം. ഇവിടെ ഒരു പൊലയാടി ഇതുണ്ടാ, കയറാൻ നേരത്തെ കറക്റ്റ് അടുത്തേനെത്തി. എടാ കയറാൻ പറ്റില്ല. എടാ മയിലുകൾ അവിടെ എന്തിനാ വാതിലും പുണ്ണയൊക്കെ ഇട്ട് വച്ചിരുന്നു. എടാ വീടെത്തി. കണ്ട ചാറ്റ്. എടാ എന്ത് ഞാൻ കറുത്തിരിക്കണ? അല്ല ഇതെന്ത്? എടാ അത് നൈറ്റിൻ്റെ എന്തിനാ സാധനമായാണ് കേട്ടോ. നോക്കിയപ്പോൾ എന്തിനാ ഫുള്ള് ഒരുമാതിരി. ഇത് കണ്ട വയലറ്റ് ആടാ ഞാൻ. എടാ എൻ്റെ കളർ വയലറ്റ് ആയടാ. നിങ്ങൾ കണ്ട ഞാൻ വയലറ്റായി. ഞാൻ പെട്ടെന്ന് വിചാരിച്ച് കറുപ്പല്ല എന്തിനാ വയലറ്റ് കളറാണ്ടേ. അതെന്താ ഈ നൈറ്റിൻ്റെ സംഭവമാണ് കേട്ടോ. എടാ വീട് കണ്ടല്ലേ ഹോം ടൂർ ചാറ്റ്. ഇത് ഫുള്ള് കാണിച്ചു തരാം. ഇത്
ഒരു ടി വി സഹിതമുണ്ട്. ടി വി ഇത് ഞാൻ ഇന്നലെ പറഞ്ഞു, മറ്റേ ഇതിൻ്റെ ചെയ്തുകൊണ്ടുള്ള എഞ്ചിനീയർ അവൻ ബുദ്ധിമാനാണ്. കുറച്ച് സ്ഥലത്ത് അവൻ വളരെയധികം ബുദ്ധി പ്രയോഗിച്ചാണ് അവൻ ഇത് ചെയ്ത. ബുദ്ധി കൊണ്ടല്ല, ബുദ്ധി പ്രയോഗിച്ച് അവൻ ഈ സ്ഥലം എല്ലാം സെറ്റാക്കിയെടുത്ത്. കാരണം വെച്ചാൽ ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ഒരു ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ അകത്ത് അവൻ ടി വി, ടീഷർട്ട് വയ്ക്കാനുള്ള സ്ഥലം, സോഫ, രാത്രി വേണമെന്ന് ഇരിക്കാം, രണ്ടടിക്കാം. ഇവിടെ ഇവിടെ മറ്റേ ടി വി കണ്ട, ടി വി, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം, ഇവിടെ കുക്ക് ചെയ്തെല്ലാം വളരെ അടുത്ത്. മറ്റേ ബാക്കിയുള്ള എൻ്റെ എസ്റ്റേറ്റിലെ വീടൊക്കെ എന്ന് വെച്ചാൽ അതിന് പ്രത്യേക ഓരോ റൂമൊക്കെയാണ്. അത് സ്ഥലം ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് വെച്ചേക്കാണ്. പക്ഷെ ഇത് കണ്ട, ഒരു റൂമിൽ തന്നെ PC, ബെഡ്റൂം, ഇത് ജിമ്മ്, അതും ഒരു പോസ്റ്റർ ചെയ്ത് നോ പെയിൻ നോ ഗെയിൻ ചാറ്റ്. അതാണ് ഇഷ്ടപ്പെട്ട. എല്ലാം ഒരു ചെറിയ ഇടത്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് വൈവിധ്യം എന്ന് പറഞ്ഞ സാധനം ഇതാണ്, മനസ്സിലായി. പിന്നെ ഇല്ല ഹൈലൈറ്റ് കണ്ട, ഇപ്പം കാണാൻ പറ്റുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ഇപ്പം രാവിലെ ആയിരുന്നു വ്യക്തമായിട്ട് കാണാമായിരുന്നു. താഴെ എൻ്റെ വണ്ടി നിൽക്കണണ്ട, ഒരു ചെറിയ ഇത് കണ്ട. നിങ്ങൾക്ക് രാവിലെ ആവുകയാണെങ്കിൽ കാണാം, രാവിലെ പായി വരുവാണ്. ഞാൻ താഴത്ത് ഇങ്ങോട്ട് ചെന്നോട്ടെ. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ചന്ദ്രനെ കാണാൻ പറ്റും. ഉണ്ട് ഇപ്പം രാവിലെ വരുവാണ്, അതിൻ്റെ ആ ഒരു ഇത് കണ്ട നിങ്ങൾ. രാവിലെ പറഞ്ഞതിൻ്റെ ആ ഇത് കണ്ട. എൻ്റെ കാർ താഴേക്കണണ്ട ചാറ്റേ, എൻ്റെ കാർ താഴേക്കണുണ്ടോ. പിന്നെ രാവിലെ പറഞ്ഞതിൻ്റെ ആ ഒരു സംഭവം കണ്ട. ഇങ്ങനെ കുറച്ച് അധിക സാധനങ്ങൾ ഈ ഒരു ഇത് സ്പെഷ്യലാണ്. കാര്യം പറയാനില്ല, ബാക്കിയുള്ള വീടുകളെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വീട് കുറച്ച് കാര്യങ്ങളിൽ സ്പെഷ്യലാണ്. ഇപ്പോൾ കണ്ട, ഞാൻ തൊട്ട് താഴെ എൻ്റെ കണ്ട ആ കാറാണ്, മഞ്ഞ കാറ് കണ്ട, അത് എൻ്റെയാണ്. ഞാൻ ഇന്നലെ രാത്രി കൊണ്ട് പാർക്ക് ചെയ്ത കാറാണ്, മനസ്സിലായില്ലേ. അതാണ് ഫുള്ള് വീട് കാണിച്ചില്ല. ഹോം ഡോർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇത് കണ്ട, ഇതെല്ലാം കണ്ടല്ലേ, വ്യക്തമായിട്ട് തന്നെ കണ്ടല്ലേ, ഫുള്ള് നീയൊക്കെ കണ്ടോ. സ്ഥലം കണ്ടിട്ടടെ ഒരു കാര്യമുണ്ട് കണ്ടോ. പിന്നെ ഈ ഒരു വീടിൻ്റെ ഒരു മോശം കാര്യം എന്ന് വെച്ചാൽ ഈ വീട് ഇപ്പോൾ രാത്രി ആയതുകൊണ്ടാണ് നേരത്തെ നല്ല ഫുള്ള് ബ്രൈറ്റായിട്ട് കണ്ട. രാവിലെയും ഈവനിങ്ങും. ഇനിയിപ്പം വേണം നൈറ്റ് ഇട്ട് കാണിക്കണം. എന്തായാലും ആ ഡേ നൈറ്റ് സർക്കിൾ കഴിഞ്ഞ്, ഡേ ആയിരുന്നു, നൈറ്റ് നൈറ്റ് ആയപ്പോഴത്തേക്ക് വീട്ടിൽ എത്തി. ഇനി വേണം നൈറ്റ് ഇട്ട് കാണിച്ചു തരാം, ഇല്ലെങ്കിൽ കാണാൻ പറ്റുള്ളൂ. അതൊരു കുണ്ണത്തരമാണ് ഈ വീടിൻ്റെ അകത്ത്. ഇത് കണ്ട, നൈറ്റ് ആണെങ്കിൽ ഈ വീടിൻ്റെ അകം വ്യക്തമായിട്ട് നല്ല വെളിച്ചമൊക്കെ കാണും. ഇവിടെ കാറിൻ്റെ സാധനമൊക്കെ ഉണ്ട്, കാറിൻ്റെ സാധനങ്ങൾ കണ്ട. ഓക്കെ, അപ്പുറത്തെ വീട്ടിൽ വെളിച്ചമുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഏത് കുണ്ണയാണെന്ന് അവിടെ താമസിക്കണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ജിം എടുത്താലേ, ജിമ്മ് ഈ സാധനം എടുത്ത് പൊക്കിയാലേ നോക്കാം. നിൽക്കുക ഇവിടെ. ഓക്കെ, വെട്ടി കയറി കിടന്ന് ഉറങ്ങാൻ. ഇവിടെ മൊത്തത്തിൽ ഈ വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു ചേട്ടാ. ഈ വീട് എനിക്ക് വാങ്ങിച്ചാൽ ഈ വീട് എനിക്ക് ഇഷ്ടമാണ്. 4 വീടുകളിൽ ഇപ്പം ഈ വീട് ഒരുപാട് ഇഷ്ടമാണ് ചേട്ടൻ. കണ്ടോ, ഇത് സംഭവം കൊള്ളാം. ഞാൻ വിചാരിച്ച കുണ്ണയൊന്നും ആയില്ല, മനസ്സിലായില്ല. ഇങ്ങനെ ഒരു വീടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇത്രയും സാധനം ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. കാര്യം പറയാനില്ല, W ഹൗസാണിത്. W ഹൗസാണ് ചേട്ടൻ, W ഹൗസാണ്. വെച്ചാൽ കുറച്ച് സ്ഥലമേ ഉള്ളടാ. അത് നിങ്ങൾ ആലോചിക്കണം, ബിൽഡിംഗ് ആണ്, 150 ഇതേപോലത്തെ റൂമുകളുടെ ഒരു സാധനമാണ്. ബാക്കിയുള്ളതൊക്കെ വെച്ചാൽ എസ്റ്റേറ്റും വലിയ ഹൗസൊക്കെയാണ്. ഇത് കണ്ടേ, സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ അതിന് കറക്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞാൽ, സിറ്റി 2 എനിക്കൊരു കുഞ്ഞ് വീടുണ്ടേ. ഈ ഒരു റൂമിൻ്റെ അകത്ത് അത്രേ കാണും, പക്ഷെ അതിൻ്റെ അകത്ത് ഒന്നുമില്ല. മൊത്തം കുറച്ച് തൂണും മതിലും എല്ലാം വെച്ച് അടച്ചു വെച്ചേക്കണം, ആവശ്യത്തിനുള്ള ഒന്നുമില്ല. അതാണ് വ്യത്യാസം. അതാണ് കറക്റ്റ് വ്യത്യാസം ചേട്ടൻ. കറക്റ്റ് വ്യത്യാസം ഇതാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് കണ്ട, ഇത് W ആണ്. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് W ആണ് ചേട്ടൻ. കാര്യം പറയാല്ലേ. ഇവിടെ വീട്ടിൽ കയറണോ? വീട്ടിൽ കയറണോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാ? എല്ലാം കണ്ടല്ല, വീട്ടിൽ നിന്ന് ഇറങ്ങിയാലാ? ഓക്കെ, ഡേ ഇട്ടിട്ട് ഇനി വീട് കണ്ടില്ല, അത് കണ്ടില്ല, കുണ്ണ കണ്ടില്ല എന്നും പറയില്ല. കണ്ടല്ല, വീടൊക്കെ വ്യക്തമായിട്ട് കണ്ടല്ല. ഇനി ഇറങ്ങട്ട്. രാവിലെ